ആലടി പുരികണ്ണിയിലെ ജനങ്ങൾ ചെങ്ങാട യാത്ര ആരംഭിച്ചിട്ട് 8 വർഷം. 2018 പ്രളയത്തിലാണ് പാലം തകർന്നത്. പിന്നീട് വാഗ്ദാനങ്ങൾ പലതുണ്ടായെങ്കിലും പാലം മാത്രം നിർമ്മിച്ചില്ല. പുതിയതായി അധികാരമേറ്റ സർക്കാരെങ്കിലും പാലം നിർമ്മിച്ചു തരുമോ എന്ന ചോദ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. ഒരു നാടിന്റെ തന്നെ യാത്രാമാർഗം ഇല്ലാതായിട്ട് 8 വർഷം കടന്നു പോകുകയാണ്. പുരികണ്ണി നിവാസികളുടെ നടപ്പാലം പ്രളയമെടുത്തത് 2018 ഇതോടെ ചെങ്ങാടത്തിലാണ് ഇവർ പെരിയാർ മുറിച്ചു കടന്ന് മലയോര ഹൈവേയിലെത്തി യാത്ര തുടരുന്നത്. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ആലടിയിലായിരുന്നു ഇവരുടെ നടപ്പാലം ഉണ്ടായിരുന്നത്. പ്രളയം പാലം കവർന്നതോടെയാണ് ഞാനിന്മേലുള്ള യാത്ര തുടങ്ങിയത്. പാലത്തിനായി മുട്ടാത്ത വാതിലുകളില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും 9 ലക്ഷം രൂപ അനുവദിച്ചതായി ഒരു ഫ്ലക്സ് ഉയർന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഫ്ലക്സ് അപ്രത്യക്ഷമാവുകയും ചെയ്തു. പിന്നെയും MP, MLA എന്നിവരുടെ പിന്നാലെ ഒരു നടപ്പാലമെങ്കിലും നിർമ്മിക്കാൻ നിവേദനവുമായി നടന്നു. എന്നാൽ നടപടി വാഗ്ദാനങ്ങളിൽ ഒതുങ്ങി. പൊളിഞ്ഞു പോവുകയും 150 കുടുംബക്കാർ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ എല്ലാ ജനപ്രതിനിധികളും അന്നത്തെ MLA പീരുമേട് MLA ബിജുമോൾ 9.5 കോടി പ്രഖ്യാപിച്ചു പോയതല്ലാതെ പിന്നെയൊന്നും കിട്ടിയിട്ടില്ല. രണ്ടാമത് വന്ന MLA വാഴൂസോമൻ MLA 30 കോടിയുടെ ചെക്ക് ഡാം ഇവിടെ പണിയെന്ന് പറഞ്ഞു. ഈ വഴി കണ്ടില്ല. കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ ഇടുക്കി MP ഈ ആൾക്കാർ നിവേദനം കൊടുക്കുകയും അദ്ദേഹത്തിന് വേണ്ടി 250 രൂപ മുടക്കി പുതുക്കടയിൽ പോയി വോട്ട് ചെയ്ത് BJPക്ക് ചെയ്ത് ഏറ്റവും ഭൂരിപക്ഷം കിട്ടിയ 2 വാർഡുകളാണിത്. ആ മനുഷ്യനോട് പരാതി കൊടുത്തപ്പോൾ ഈ പ്രാവശ്യം ജയിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ എൻ്റെ പരിഗണനയിൽ ഈ പാലം ഉണ്ടെന്നാണ് പറഞ്ഞത്. MLA, MP, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, മെമ്പർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്ന ജനപ്രതിനിധികൾ തരാൻ എന്ന് കൗളിപ്പിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ പാവപ്പെട്ട സ്കൂൾ കുട്ടികളും പ്രായം ചെന്നവരുമെല്ലാം ചെങ്ങാടം വലിച്ചാണ് അക്കരെ ഇക്കരെ കടക്കുന്നത്. ഇത് MPയെയും MLAയും നേരിട്ടെത്തിച്ച് ബോധ്യപ്പെടുത്തിയതാണ്. എന്നാൽ നാളിതുവരെയും വാഗ്ദാനങ്ങളല്ലാതെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഒരു അപകടം ഉണ്ടായാൽ മാത്രമേ ഇവരുടെ കണ്ണു തുറക്കൂ എന്ന അവസ്ഥയിലാണ്. മുൻ MP ഫ്രാൻസിസ് ജോർജ് ആണ് ഇവിടെ നടപ്പാലം നിർമ്മിച്ച് നൽകിയത്. ഒരു നടപ്പാലമെങ്കിലും കിട്ടിയിരുന്നുവെങ്കിൽ ജീവൻ പണയം വെച്ചുള്ള യാത്ര അവസാനിപ്പിക്കാമെന്ന ചിന്തയിലാണ് ജനപ്രതിനിധികളെ സമീപിച്ചത്. എന്നാൽ ആരും ഇവരുടെ രോദനം കേൾക്കുന്നില്ല. ഒരു മഴക്കാലം കൂടി കടന്നു വരികയാണ്. പെരിയാറ്റിൽ വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ കുട്ടികളെ സ്കൂളിൽ അയക്കാനും യാത്ര ചെയ്യാനും ഇവർ വലിയേറെ വില നൽകേണ്ടി വരും. നിലവിൽ ഭരണത്തിലേറിയ സർക്കാർ ഒരു പാലം നിർമ്മിച്ചു നൽകുമോ എന്ന ചോദ്യമാണ് പുരികണ്ണി നിവാസികൾ ഉയർത്തുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.